ഹായ് മക്കളെ, നിങ്ങൾ നയൻത്തിലേക്ക് കടക്കുന്ന ഈ ഒരു അക്കാദമിക് ഇയർ നയൻത്ത് CBSEയുടെ NCERT ടെക്സ്റ്റ് ബുക്ക് മാറി പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുന്ന വിവരം നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ടെക്സ്റ്റ് ബുക്ക് റിലീസ് ചെയ്തില്ലെങ്കിൽ പോലും NCERT അതിന്റെ സിലബസ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാത്സ് സിലബസിൽ ഈ ഒരു അക്കാദമിക് ഇയറിൽ നയൻത്ത് CBSEയിൽ നമുക്ക് പഠിക്കാനുള്ള മാത്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്, മാത്സ് ടഫ് ആവുകയാണോ അതോ എളുപ്പമാവുകയാണോ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കുക. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ജോമെട്രി ആണ്. കഴിഞ്ഞ മുൻ വർഷം നിങ്ങളെ തൊട്ട് സീനിയേഴ്സിന് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് നമ്പർ സിസ്റ്റംസ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ തന്നെയായിരുന്നു നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റഡ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് കോർഡിനേറ്റ് ജോമെട്രി ആണ്. കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ എത്രയും ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് വരെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയൊരു ചാപ്റ്റർ ആണ് കോർഡിനേറ്റ് ജോമെട്രി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോർഷൻ വളരെ കുറവായിരിക്കും. അതായത് ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ ചോദിക്കുള്ളൂ, കുറച്ച് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് പോലും അത്യാവശ്യം നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത്. നമുക്ക് ഒന്നും തന്നെ കാര്യമായിട്ട് പേടിക്കാനില്ലാത്തൊരു ചാപ്റ്ററാണ്. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു പോളിനോമിയൽസ്. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടിയിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഇൻട്രൊഡക്ഷൻ ടു പോളിനോമിയൽസ്. വെറും പോളിനോമിയൽസ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലം. പോളിനോമിയൽസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ കൊല്ലവും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിൽ 1-2 പുതിയ ടോപ്പിക്സ് ഉണ്ട്. എക്സ്പ്ലോറിംഗ് ലീനിയർ പാറ്റേൺസ്, അതേപോലെ മോഡലിംഗ് ലീനിയർ ഗ്രോത്ത് ആൻഡ് ലീനിയർ ഡീകേ, ലീനിയർ റിലേഷൻഷിപ്പ്, വിഷ്വലൈസിംഗ് ലീനിയർ റിലേഷൻഷിപ്സ്, ആൻഡ് ദിസ് വൺ സ്ലോപ്പ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ്സ് ഓഫ് എ ലൈൻ y = ax + b. ഇതൊക്കെ +1 ഈ ടോപ്പിക്കൊക്കെ +1 മാത്തമാറ്റിക്സിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കാണ്. അതൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇറ്റ്സ് ഗെറ്റിംഗ് സീരിയസ്. അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ തന്നെയായിരിക്കും ഇൻട്രൊഡക്ഷൻ ടു പോളിനോമിയൽസ് എന്ന് പറയുന്ന ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് നമ്പർ സിസ്റ്റംസ്. കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് വന്ന ചാപ്റ്ററിനെ പിടിച്ച് തേർഡ് ചാപ്റ്റർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രൂഫ് ഒക്കെ നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളതാണ്. റെപ്രസെന്റേഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നായിരുന്നു. എന്നാൽ ഈ ഒരു ഡെൻസിറ്റി ഓഫ് റാഷണൽ നമ്പേഴ്സും അതിന്റെ പ്രൂഫ് നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളതാണ്. പിന്നെ ഫൈൻഡിങ് ഇതൊക്കെ ഓൾറെഡി ഉള്ളത് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം ഓൾറെഡി ഉള്ളത് തന്നെയാണ്. ആൻഡ് പ്രൂഫ് ഓഫ് ഇറാഷണാലിറ്റി ഓഫ് √2 ആൻഡ് √3. ഇത് 10th CBSEയിൽ റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആയിരുന്നു. അത് നേരെ അവർ 9th ഇട്ടിട്ടുണ്ട്. പ്രൂഫ് ഓഫ് ഇറാഷണാലിറ്റി ഓഫ് √2 ആൻഡ് √3 എന്നുള്ള പറയുന്ന ടോപ്പിക് 10th CBSEയിൽ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അത് അവർ പിടിച്ച് 9th ഇട്ടതാണ്. ആൻഡ് സ്ക്വയർ റൂട്ട് സ്പൈറൽ നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അതും കഴിഞ്ഞ കൊല്ലത്തെ ഞാൻ കമ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ഓൾഡ് NCERT ടെക്സ്റ്റ് ബുക്കുമായിട്ടാണ് കേട്ടോ. അതായത് നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സിന് 9th എന്താണോ പഠിക്കാനുണ്ടായിരുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് കേട്ടോ. നോക്കാം. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ്സ് ജോമെട്രി ആണ്. യൂക്ലിഡ്സ് ജോമെട്രി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രം, പ്രോപ്പർ ആയിട്ട് ആ ഒരു ചാപ്റ്ററിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ചെയ്ത് പഠിക്കാനൊന്നും അധികം ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് കോർഡിനേറ്റ് ജോമെട്രി പോലെയൊക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് പറയാം. ഈ പറയുന്ന യൂക്ലിഡ് ഡിവിഷൻ ചാപ്റ്ററിന് ഇത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷേ കോർഡിനേറ്റ് ജോമെട്രി അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല, കുറച്ചൊരു ലിറ്റിൽ ബിറ്റ് ബോറിംഗ് ആയിരിക്കും. ഇവൻ ദോ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം മനസ്സിലാക്കേണ്ട കാര്യം മാർക്ക് കുറവായിരിക്കും. ഈ ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. 5th ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ്. പഠിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഉണ്ടാവുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിൽ. അപ്പോൾ പക്ഷേ പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരുപാട് ഏത് രീതിക്ക് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന ചാപ്റ്ററാണ് ലൈൻസ് ആൻഡ് ആംഗിൾസ്. കാരണം 2 ലൈൻ അങ്ങനെ ഇങ്ങനെ മൂന്നാമത്തെ ലൈൻ ക്രോസും ആയിട്ട് വരച്ചിട്ട് എക്സ്ട്രാ ഒരു 2 ലൈൻ കൂടി എവിടെയെങ്കിലും ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആയി. മനസ്സിലായോ? അപ്പോൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. മൾട്ടിപ്പിൾ രീതിക്ക് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. ആൻഡ് അത് ചില സമയത്ത് കൺഫ്യൂസിങ് ആവാറുണ്ട്. ജോമെട്രി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇവൻ ദോ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് ക്ലാസ്സൊക്കെ കണ്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ആൻഡ് മൂവ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് സീക്വൻസ് ആൻഡ് പ്രോഗ്രഷൻസ്. ഈ ചാപ്റ്റർ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻസ്, ഈ ഒരു ടോപ്പിക്, സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്, ഈ സാധനങ്ങളൊക്കെ 10th CBSEയിലുള്ള
നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് AP എന്നുള്ള ചാപ്റ്റർ നേരെ എടുത്തിട്ട് 9th ഇട്ടിരിക്കുകയാണ്. ആൻഡ് അത് മാത്രമല്ല, +1 പഠിക്കാനുള്ള ജിയോമെട്രി പ്രോഗ്രഷൻസും കൂടെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. +1 മാത്തമാറ്റിക്സിൽ പഠിക്കാനുള്ള ചാപ്റ്റർ ആയിരുന്നു ജിയോമെട്രിക് പ്രോഗ്രഷൻ. സീക്വൻസ് ആൻഡ് സീരീസ് ആണ് ചാപ്റ്ററിന്റെ പേര്. അതിലുള്ള ജിയോമെട്രിക് പ്രോഗ്രഷൻസ് കൂടെ അവരെടുത്ത് 9th ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം തന്നെ നമ്മളിപ്പം 6ാമത്തെ ചാപ്റ്റർ എത്തിയിട്ടുള്ളൂ. 6ാമത്തെ ചാപ്റ്റർ ആകുമ്പോഴത്തേക്ക് തന്നെ 10th +1 നിങ്ങളെ സീനിയേഴ്സിന് പഠിക്കാനുള്ള പല കാര്യങ്ങളുമാണ് ഇപ്പോൾ എടുത്തിട്ട് 9th ഇട്ടിട്ടുള്ളത്. ആൻഡ് ലെറ്റ്സ് സീ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 9th വൺ ഓഫ് ദ ടഫസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം നിങ്ങളെ സീനിയേഴ്സിനൊക്കെ വൺ ഓഫ് ദ ടഫസ്റ്റ് ചാപ്റ്റേഴ്സ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നു ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. കോൺഗ്രുവൻസ് ക്രൈറ്റീരിയാസ് 10th CBSE നമുക്ക് പഠിക്കാനുള്ള ട്രയാങ്കിൾസിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ചാപ്റ്റർ തന്നെയാണ് 9th ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അത് എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും മാത്സിൽ 10th ചാപ്റ്റേഴ്സിന്റെ ഫൗണ്ടേഷൻ ആയിരുന്നു. കാരണം 9th നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ 10th മാർക്ക് കിട്ടില്ല എന്നത് തന്നെയായിരുന്നു തൊട്ട് മുന്നത്തെ വർഷം വരെയുള്ള അവസ്ഥ. അത് ഇനി അങ്ങോട്ടേക്കും അങ്ങനെ തന്നെയായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. 9th മാത്സിന്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല, അത് 9th ആനുവൽ എക്സാമിനേഷനെ അല്ല നിങ്ങളെ ബാധിക്കാൻ പോകുന്നത്, 10th CBSE ബോർഡ് എക്സാമിനേഷനെയാണ്. കാരണം 9th ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വരെ, എന്നാൽ അറ്റ് ദ സെയിം ടൈം ആ ടോപ്പിക് 10th ഇല്ല, പക്ഷേ 10th ബോർഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് 9th നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല മാത്തമാറ്റിക്സ് എങ്കിൽ 10th നിങ്ങളെ ബോർഡ് എക്സാമിനേഷന്റെ റിസൾട്ട് അത്യാവശ്യം മോശമാവാനുള്ള നല്ല സാധ്യത ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് കോൺഗ്രുവൻസ് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. And move to the next. Mensuration, area and perimeter, area of circle, area of അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഹെറോൺസ് ഫോർമുല എന്നുള്ള ഒരു ചാപ്റ്ററും കൂടെ, പണ്ടുണ്ടായിരുന്ന ഹെറോൺസ് ഫോർമുല എന്നുള്ള ഒരു ചാപ്റ്ററും കൂടെ അവർ ഈ ഒരു ചാപ്റ്ററിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, മെൻസുറേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, എക്സ്പ്ലോറിംഗ് ആൾജിബ്രിക് ഐഡന്റിറ്റീസ്. ആൾജിബ്രിക് ഐഡന്റിറ്റീസ് അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൾജിബ്രിക് ഐഡന്റിറ്റീസ് 9th ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാക്ടറൈസേഷൻ, അതേപോലെ ഐഡന്റിറ്റീസും അതിന്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളും, ഇതൊക്കെ ഫാക്ടറൈസേഷൻ ഓഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് യൂസിങ് ഐഡന്റിറ്റീസ്, ഇതൊക്കെ 9th പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ തന്നെ വരുന്ന ഒരു പോർഷൻ ആയിരുന്നു, ഒരു സെക്കൻഡ് പോർഷൻ ആയിട്ട് പറയാൻ പറ്റുന്നതായിരുന്നു. എന്നാൽ അത് ഇവിടെ 9th പുതിയ CBSE സിലബസിൽ അവരൊരു പുതിയ ചാപ്റ്റർ ആയിട്ട് 9th ചാപ്റ്റർ ആയിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇത് അത്യാവശ്യം നല്ല ടഫ് ചാപ്റ്ററാണ്. അത്യാവശ്യം നല്ല രീതിക്ക് കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. പോളിനോമിയൽസും അതേപോലെ തന്നെ ആൾജിബ്രിക് ഐഡന്റിറ്റീസും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ട്രയാങ്കിൾസ് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ക്വാഡ്രിലാറ്ററൽസ്. ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ 9th കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന സെയിം ക്വാഡ്രിലാറ്ററൽസ് തന്നെ. ക്വാഡ്രിലാറ്ററൽസും അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത്യാവശ്യം നല്ലോണം പഠിക്കാനുള്ള ചാപ്റ്ററാണിത്. അത്യാവശ്യം നല്ല പോലെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. 8th ന്യൂ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ച കുട്ടികളാണെങ്കിൽ ക്വാഡ്രിലാറ്ററൽസിന്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. കൺസെപ്റ്റ്സ് ഒക്കെ മറന്നു പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ്. പഠിച്ച കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ഏതാണെന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ പറയും അത് ക്വാഡ്രിലാറ്ററൽസ് ആണ്. ഓക്കെ, മൂവ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, 11th ചാപ്റ്റർ, ദാറ്റ് ഈസ് സർക്കിൾസ്. സർക്കിൾസ് എന്ന് പറയുന്നത് ആക്ച്വലി സിമ്പിൾ ചാപ്റ്റർ ആണ്. ആക്ച്വലി ഇറ്റ്സ് എ സിമ്പിൾ ചാപ്റ്റർ. പക്ഷേ പല കുട്ടികൾക്കും മാർക്ക് പോകുന്ന, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് പോകുന്നൊരു ചാപ്റ്ററായിട്ട് ട്രയാങ്കിൾസിന്റെയും പോളിനോമിയൽസിന്റെയും ഒക്കെ കൂടെ നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കൺസെപ്റ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ടീച്ചർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇത്രയും എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന വേറൊരു ചാപ്റ്റർ ഉണ്ട്. കോർഡിനേറ്റ് ജോമെട്രി ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതേപോലെ അല്ലെങ്കിൽ അതിന് തൊട്ട് മേലെ നിൽക്കുന്ന ഒരു ചാപ്റ്ററായിട്ട് നമുക്ക് സർക്കിൾസിന് പറയാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പ്രോപ്പറായിട്ട് കൺസെപ്റ്റ്സ് മനസ്സിലാക്കില്ല, പ്രോപ്പറായിട്ട് പഠിക്കില്ല. അങ്ങനെയാണ് സർക്കിൾസ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് പോകുന്നത്. 10th അതിന്റെ ബാക്കിയായിട്ട് 10th വരുന്ന സർക്കിൾസും ഇതേ ഫൗണ്ടേഷൻ റെഡി അല്ലെങ്കിൽ പിന്നെ മേലോട്ടേക്ക് എത്ര കെട്ടിപ്പൊന്തിച്ചാലും തകർന്നു പോകൂലേ. വീടിന്റെ തറ റെഡി ആയിട്ടില്ലെങ്കിൽ, തറ നല്ല പോലെ അല്ലെങ്കിൽ നമ്മൾ മേലോട്ടേക്ക് എത്ര കെട്ടിപ്പൊന്തിച്ചാലും വീട് പോകും. അതേപോലെ തന്നെ 9th ഫൗണ്ടേഷൻ പ്രോപ്പർ ആയിട്ടില്ല എങ്കിൽ 10th നിങ്ങൾ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ വീണ്ടും സഫർ ചെയ്യും. അപ്പോൾ കൺസെപ്റ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ തന്നെയാണ് സർക്കിൾസ്. പക്ഷേ കൺസെപ്റ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ജോമെട്രി ആയതുകൊണ്ട് തന്നെ പല കുട്ടികളും ട്രയാങ്കിൾസിലും സർക്കിൾസിലും ഒക്കെ നല്ലപോലെ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കാറുണ്ട്, ലൈൻസ് ആൻഡ് ആംഗിൾസ് ഈ ചാപ്റ്റേഴ്സിലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ അതിന്റെ ക്വാളിറ്റി വൈസ് ഏറ്റവും ബെറ്റർ ആണ്, ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം.
അല്ലെങ്കിലാണ് നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രശ്നം നേരിടാൻ പോകുന്നത്. കാരണം ആനുവൽ എക്സാമിനേഷൻ്റെ സമയത്തേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ല. കാരണം അത്രമേൽ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു അക്കാഡമിക് ഇയർ പഠിക്കാനുള്ളത്. വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാലോ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൺസെപ്റ്റ്സ് മനസ്സിലാവാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പഴയ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നെങ്കിൽ ഓക്കെ, ഞാൻ നിങ്ങളോട് അഗ്രി ചെയ്യായിരുന്നു. പഴയ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഞാൻ നിങ്ങളോട് അഗ്രി ചെയ്യായിരുന്നു. കാരണം അതിൽ പഠിക്കേണ്ട സാധനങ്ങൾ മാത്രം അവർ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയല്ല, കഥയാണ്. ഒരു കഥ വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ്സ് ഫസ്റ്റ് തിങ് ഇസ് അത് ടൈം കൺസ്യൂമിങ് ആണ്, ഭീകരമായിട്ട് ടൈം കൺസ്യൂമിങ് ആണ്. സെക്കൻഡ് തിങ് ഈസ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഗൈഡൊക്കെ എന്താ പറയുക തട്ടിക്കൂട്ട് ഗൈഡുകളായിരിക്കും മിക്ക ഗൈഡുകളും ഇറങ്ങുന്നത്. അത് ശ്രദ്ധിക്കുക. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് റിലീസ് ചെയ്യുന്നതിന് തന്നെ ഗൈഡ് പെട്ടെന്ന് ഇറക്കാൻ നോക്കുമ്പോൾ എന്താണ് ക്വാളിറ്റി കുറയാനുള്ള നല്ല സാധ്യതകളുണ്ട്. അതേപോലെ ഓൺലൈനിലും കാര്യങ്ങളൊന്നും ഇതിൻ്റെ മെറ്റീരിയൽസോ ഇതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. ഇതിൻ്റെ ലെക്ചേഴ്സും കാര്യങ്ങളും ഒന്നും അവൈലബിൾ ആവാനുള്ള സാധ്യതയില്ല. ബാക്കി ഞാൻ പറയാം, സൈലത്തിനെ പറ്റി ഞാൻ പറയാം, ഡോണ്ട് വറി. ഓക്കെ, സൈലം എന്താണ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് എന്നെല്ലാം ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, സോ സർക്കിൾസ് എന്ന ചാപ്റ്ററിനെ പറ്റി നിങ്ങളോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് കരുതുന്നു. കഴിഞ്ഞ കൊല്ലമുള്ള കൺസെപ്റ്റ്സ് ഒക്കെ തന്നെയാണ് ഈ കൊല്ലവും നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. അത്യാവശ്യം നല്ലൊരു ചാപ്റ്ററാണ്, നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. 9th കഴിഞ്ഞ കൊല്ലാണെങ്കിൽ ഇത് അത്യാവശ്യം അധികം പഠിക്കാനുണ്ടായിരുന്നു, കുറച്ചേ പഠിക്കാനുള്ളായിരുന്നു. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫറെൻറ്റ് രീതിക്കൊക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നെങ്കിൽ പോലും ഈ കൊല്ലം കളി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനില്ലായിരുന്നു. സൊല്യൂഷൻസ് ഉണ്ട്, പക്ഷെ 2 ലീനിയർ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാനുള്ളൊരു കേസ് ഇല്ലായിരുന്നു. പക്ഷെ ഈ കൊല്ലം അങ്ങനെയല്ല. ഈ കൊല്ലം ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സോൾവിങ്ങും അതേപോലെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്, എലിമിനേഷൻ മെത്തേഡും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ വരുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് 9th CBSEയിൽ ഈ പറഞ്ഞ പോലെ പോളിനോമിയൽസിന്റെ ട്രയാങ്കിൾസിന്റെ ഒക്കെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആയിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്യാവശ്യം നല്ല ടഫ് ചാപ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് നല്ല കൂടുതലായിരിക്കും. അത്യാവശ്യം നല്ല കിളി പാറുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം 10th CBSEയിലുള്ള ടോപ്പിക്സ് ആണ്, ആ ചാപ്റ്ററിലുള്ള ടോപ്പിക്സ് ആണ് ഈ എന്താ പറയുക പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നോക്കാം. അതൊക്കെ അവർ നേരെ എടുത്ത് 9th തട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കിയാൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു 10th പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിന്. അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വരും. നിങ്ങൾ തൊട്ട് സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ തൊട്ട് സീനിയേഴ്സിനോടല്ല, ഇപ്പം 10th ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, 13th ചാപ്റ്റർ, ദാറ്റ് ഈസ് മെൻസ്ട്രേഷൻ. സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് ഓഫ് സ്ഫിയേഴ്സും ഹെമിസ്ഫിയേഴ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്ഫിയേഴ്സ്, ഹെമിസ്ഫിയേഴ്സ്, റൈറ്റ് സർക്കുലർ കോൺസ്, ഇത് മൂന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത്യാവശ്യം നല്ല ചാപ്റ്റർ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. ഇവൺ ദോ നല്ല രീതിക്കുള്ള ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. ചോദിക്കാറുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് 10th ഈ ചാപ്റ്റർ കണ്ടിന്യൂഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും കണ്ടിന്യൂഷൻ 10th വരുന്നുണ്ട്. അത് മക്കൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ ന്യൂ NCERT ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ 10th എത്തുമ്പോൾ ന്യൂ NCERT ടെക്സ്റ്റ് ബുക്ക് റിലീസ് ചെയ്യും. അപ്പോഴും സെയിം 9th കണ്ടിന്യൂഷൻ ആയിട്ടാണ് 10th വരിക, മാത്തമാറ്റിക്സിൽ, എസ്പെഷ്യലി മാത്തമാറ്റിക്സിൽ. ഓക്കെ ആണല്ലോ. ആൻഡ് മൂവ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, 14th ചാപ്റ്റർ, സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എന്താ പറയുക കൺസെപ്റ്റ്സ് ടീച്ചറെ ക്ലാസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കോർഡിനേറ്റ് ജോമെട്രി അത്ര സിമ്പിൾ അല്ല കേട്ടോ. പക്ഷെ അതിൻ്റെ കുറച്ച് മേലെ നിൽക്കുന്ന ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ പറയാൻ പറ്റും. അത്യാവശ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ബോറിംഗ് ചാപ്റ്റർ ആണ് കേട്ടോ, പക്ഷെ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ചാപ്റ്ററിന് മിക്കവാറും ചോദിക്കാനുള്ള സാധ്യത. ഒരു 5 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ഈ ചാപ്റ്ററിന് ചോദിക്കാനുള്ള സാധ്യത. ഓക്കെ, our last chapter, that is probability. കംപ്ലീറ്റ് ചാപ്റ്റർ എവിടെ നിന്ന് എടുത്താന്ന് വെച്ചാൽ 10th CBSE എടുത്താ. 10th CBSEയിലെ പ്രോബബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നേരെ ഇങ്ങോട്ട് ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, 10th CBSEയിലെ മാത്തമാറ്റിക്സിൽ എന്താണോ പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ എന്താണോ ഉണ്ടായിരുന്നത് അത് നേരെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആൻഡ് വൺ മോർ തിങ്, റെപ്രസെന്റിംഗ് പ്രോബബിലിറ്റി ത്രൂ ട്രീ ഡയഗ്രാംസ് ആൻഡ് ടേബിൾസ്. ഇതൊന്നും 10th ഇല്ലായിരുന്നു. ഇതൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. അതായത് കഴിഞ്ഞ കൊല്ലം 10th ടോപ്പിക്സിന്റെ കൂടെ എക്സ്ട്രാ കുറെ ടോപ്പിക്സ് കൂടെ അവരിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി അത്യാവശ്യം നല്ല ടഫായിരിക്കും, പക്ഷെ പ്രോബ്ലംസ് ഇനീഷ്യലി ഉള്ള പ്രോബ്ലംസ് ഒക്കെ എന്താണ് പ്രോബബിലിറ്റി, ഈ കാര്യങ്ങളൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ചാപ്റ്റർ ആണ്. 9th ഇങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ലായിരുന്നു.
8th CBSE ഓൾഡ് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡാറ്റ ഹാൻഡ്ലിംഗിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. എന്നല്ലാതെ 9th ഇങ്ങനൊരു ചാപ്റ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പം വലിയൊരു കുഴപ്പം എന്താ പറയുക, അത്യാവശ്യം ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ഒരു മീഡിയം ലെവൽ ചാപ്റ്റർ എന്ന് നമുക്ക് പറയാം. വലിയൊരു കുഴപ്പമില്ല, എന്നാൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ കുഴപ്പമുണ്ട് താനും. ആ ഒരു ലെവലിൽ നിൽക്കുന്ന ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. പക്ഷെ 10th CBSEയിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏവറേജ് ലെവൽ മനസ്സിലാവുക. അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നുണ്ട്. അതായത് പഠിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല, അധിക കാര്യങ്ങളൊന്നും നമുക്ക് പോളിനോമിയൽസോ ലീനിയർ ഇക്വേഷൻസോ പോലെ ഒരുപാട് ഇരുന്ന് പഠിക്കാനൊന്നും ഉണ്ടാവില്ല. പഠിക്കാനൊക്കെ ആകെ 2-3 തിയറംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആകെ അതന്നെ നമുക്ക് ഓർമ്മിച്ച് വെക്കാനേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്ക് മറിച്ച് തിയറംസ് പഠിക്കേണ്ട ആവശ്യം വരില്ല. പക്ഷേ പ്രോബ്ലംസ് ആണ് പ്രശ്നം. വെറൈറ്റി ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്, അതും നല്ല ടഫായിട്ടുള്ള പ്രോബ്ലംസ് കയറി വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെ 15 ചാപ്റ്റേഴ്സ് വരുന്ന മാത്തമാറ്റിക്സ് ആണ് ഈ ഒരു അക്കാദമിക് ഇയർ നമുക്ക് പഠിക്കാനുള്ള സിലബസ്. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്സിന്റെ 15 ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് ഏറ്റവും മികച്ച സ്കോറിലേക്ക് എത്താൻ സൈലം നിങ്ങൾക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. യെസ്, ഇറ്റ്സ് നത്തിങ് ബട്ട് സൈലത്തിന്റെ നിഞ്ച ബാച്ച് ആണ്. സൈലത്തിന്റെ ക്ലാസ് 9 CBSEയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയും. നിങ്ങളെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു രാത്രി ഫ്രീ ഉള്ള ഒരു 1.5 hour അല്ലെങ്കിൽ മാക്സിമം ഒരു 1.25 മണിക്കൂർ 1.5 മണിക്കൂർ മാക്സിമം, ആ ഒരു സമയം മാത്രം പഠിച്ചുകൊണ്ട് 9th ആനുവൽ എക്സാമിനേഷന് ഏറ്റവും മികച്ച മാർക്ക് നേടണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് സൈലത്തിന്റെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ് നിഞ്ച ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സൈലന്റ് ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, രാത്രി 7 മണിക്ക് നിങ്ങൾ ലൈവ് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ ആ ക്ലാസ്സിൽ ടീച്ചർ എന്താണോ ബോർഡിൽ എഴുതിയിട്ടുള്ളത്, സ്ക്രീനിൽ എഴുതിയിട്ടുള്ളത്, ആ നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ ലഭിക്കും. അതായത് നിങ്ങൾ ക്ലാസ്സിൽ ലൈവായിട്ട് നിങ്ങൾ എന്തെടുക്കേണ്ട, നോട്ട് എഴുതിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് അതോടൊപ്പം തന്നെ ആ ക്ലാസ്സിൽ ആ പീരീഡിൽ ടീച്ചർ എടുത്ത ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്നുള്ള ഒരു 10 MCQs എക്സ്ട്രാ MCQs നിങ്ങൾക്ക് DPP ആയിട്ട് ഒരു ക്വിസ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ആപ്പിൽ അവൈലബിൾ ആവും. അതായത് ഒരു ചാപ്റ്റർ ഇപ്പോൾ ഒരു 5 പീരീഡ് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 6 പീരീഡ് ഒരു ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ 6 × 10 60 MCQs നിങ്ങൾ എക്സ്ട്രാ ആ ചാപ്റ്ററിന് പഠിക്കുകയാണ് ഈ MCQs ക്വിസ് വഴി. മനസ്സിലായോ? നമുക്കറിയാം, നമുക്ക് എക്സാമിനേഷന് ആദ്യത്തെ സെക്ഷൻ A ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് MCQs ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ സമയം കളയുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് പോകുന്നതുമായിട്ടുള്ള സെഷനാണ് MCQs. സോ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പീരീഡ് കഴിയുമ്പോഴും ആ പീരീഡിന് ആ ടീച്ചർ എടുത്ത ടോപ്പിക്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 10 ക്വസ്റ്റ്യൻസ് MCQs ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഒരു ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻസ് ഉണ്ടാവും, അതേപോലെ മൊഡ്യൂൾ എക്സാംസ് ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന റിവിഷൻ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷൻ ഉണ്ടാവും, സൈലത്തിന്റെ വകയുള്ള മോഡൽ എക്സാമിനേഷനും കൂടെ ഉണ്ടാവും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നിഞ്ച ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഫീച്ചറാണ് ഇൻസ്റ്റാൾഡ് മെറ്റീരിയൽ. ഓരോ ചാപ്റ്ററിന്റെയും ഷോർട്ട് നോട്ട്സ്, റിവിഷൻ മെറ്റീരിയൽ, ഇൻസ്റ്റന്റ് റിവിഷൻ മെറ്റീരിയലാണ് ഇൻസ്റ്റാൾഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആൻഡ് മൈൻഡ് മാപ്സ്, ഫോർമുല ഷീറ്റ്സ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങളെ കാത്ത് നിഞ്ച ബാച്ചിൽ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കുറച്ച് ഡേറ്റ്സിനുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, കുറച്ചൊരു ഡേറ്റ്സ് എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു ഈ ഇന്നിപ്പം 17 അല്ലേ, മാർച്ച് മാസം കൂടി ഈ ഒരു ഓഫർ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. 10% ഓഫർ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, നമുക്കൊരു 3 പ്ലാൻ ഉണ്ട്. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 3 പ്ലാൻ സെലക്ട് ചെയ്യാൻ കാണിക്കും. അതിൽ ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ഉണ്ട്. ഒരു 1000 rupees വ്യത്യാസത്തിലാണ് 3 പ്ലാൻ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ആൻഡ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാക്കി 2 പ്ലാൻസിനെ അപേക്ഷിച്ചിട്ട് എക്സ്ട്രാ ഉണ്ടാവുന്ന സാധനം എന്ന് പറയുന്നത് ഇവനാണ്. ദാറ്റ് ഈസ് ഫാൽക്കൺ ബാച്ച്. എന്താണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് +1 +2 കഴിഞ്ഞ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് പോകാനുള്ള താല്പര്യമെങ്കിൽ, നിങ്ങൾക്കൊരു ഡോക്ടർ ആവുക, ഒരു എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ NDA എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യുക, ഇതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. കാരണം നമ്മൾ +1 +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികളോടോ ഡിസ്ട്രിക്റ്റിലെ കുട്ടികളോടോ സ്റ്റേറ്റിലെ കുട്ടികളോടോ അല്ല, ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഇന്ത്യ ലെവലിലാണ് നമ്മൾ കുട്ടികളോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ കുട്ടികളോ
5ാം ക്ലാസ് മുതലും 6ാം ക്ലാസ് മുതലും എൻട്രൻസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ അവരോട് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇപ്പോഴെങ്കിലും പ്രിപ്പയർഡ് ആയി തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ വെറും ഒരു 1000 റുപ്പീസിന്റെ വ്യത്യാസമേ ഇൻഫിനിറ്റിന്ന് ഇൻഫിനിറ്റി പ്രോയിലേക്ക് പോകുമ്പോഴുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ജോബ് നിങ്ങൾ എവിടെയാണോ ഏത് ഏരിയയിലാണോ കാണുന്നത് അതിനനുസരിച്ചിട്ട് മാത്രം ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഇൻഫിനിറ്റി പ്രോ പ്ലാനിൽ നിങ്ങളൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നില്ല, ഒരു NDA എക്സാമിനേഷനോ JEO നീറ്റോ ഒന്നും നിങ്ങൾ എഴുതുന്നില്ല, ദെൻ നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ചിന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്തെടുത്താൽ മതി, ഏത് പ്ലാൻ എടുത്താൽ മതി, ഇൻഫിനിറ്റി പ്ലാൻ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പ്ലാനാണ് ഇൻഫിനിറ്റി പ്ലാൻ. അതർവൈസ് നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യും, നിങ്ങൾ അത് എഴുതും, നിങ്ങൾക്ക് അതൊക്കെയാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. അതിൽ എക്സ്ട്രാ വരുന്ന ഈ ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞാൽ സൈലത്തിന്റെ എൻട്രൻസിന്റെ ഫൗണ്ടേഷൻ ബാച്ച് ആണ്. നിങ്ങളുടെ സിലബസിന്റെ 9th സിലബസ് തന്നെ, പക്ഷേ അതിന് നെക്സ്റ്റ് ലെവലിൽ ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുക. ആൻഡ് ഇത് നോർമൽ സ്റ്റഡീസുമായിട്ട് നിങ്ങൾ ഒരിക്കലും എന്താ പറയുക അതിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടാവുക ഒന്നുമില്ല. ഞായറാഴ്ച മാത്രം നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്ലാസ്സുകൾ ഉണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ നിഞ്ച ബാച്ചിന്റെ ക്ലാസ്സുകൾ തന്നെയാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇനി അതല്ല നിങ്ങൾക്ക് എൻട്രൻസ് ഒന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇൻഫിനിറ്റി പ്ലാൻ. ഞാൻ നിങ്ങളോട് പറയും ബേസ് പ്ലാൻ നിങ്ങൾ എടുക്കണ്ട എന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയും. കാരണം ബേസ് പ്ലാനിൽ നമുക്ക് എന്തൊന്നും കിട്ടുന്നില്ല. ഇൻസ്റ്റാൾ ചെയ്യാൻ മെറ്റീരിയൽ കിട്ടുന്നില്ല, പേൾ വീഡിയോസ് കിട്ടുന്നില്ല, ഇൻസ്റ്റാൾ ചെയ്യണം മൈൻഡ് മാപ്പും കിട്ടുന്നില്ല, അങ്ങനത്തെ ഫോർമുല ഷീറ്റും കാര്യങ്ങളും ഒന്നും നമുക്ക് ബേസ് പ്ലാനിൽ കിട്ടുന്നില്ല. അപ്പൊ അതൊക്കെ എക്സ്ട്രാ വരുന്ന പ്ലാനാണ് ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. സോ മക്കള് ഒന്നുകിൽ ഇൻഫിനിറ്റി പ്ലാൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഈ ഒരു അക്കാദമിക് ഇയർ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചിട്ട് മാത്സിൽ എങ്ങനെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അവർ ഇറക്കിയാലും ശരി, ഏതൊക്കെ രീതിയിൽ അവർ ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്താലും ശരി, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇട്ടാലും ശരി, നമ്മളത് പഠിക്കും. നമ്മളെ ഏറ്റവും മികച്ച മാർക്ക് ഏത് ടീച്ചർ എക്സാം നടത്തിയാലും നമ്മൾ വാങ്ങുകയും ചെയ്യും. ആ ഒരു ഉറപ്പ് മാത്രം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. സോ മക്കളെ, വീണ്ടും കാണാം. ബൈ.